ടോയ് ബ്രോ, യൂഷ്വലി ഈ ത്രില്ലർ ഫിലിം ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് കമ്പയർ ചെയ്യുന്നത് അഞ്ചാം പാതിരയുടെ അത്ര വരുമോ, അല്ലെങ്കിൽ ഫോറൻസിക്കിൻ്റെ അത്ര വരുമോ, അല്ലെങ്കിൽ പഴയ പോലെ മെമ്മറീസിൻ്റെ ടൈപ്പാണോ, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തതിന് നമ്മൾ ഒരു ഡീസൻറ്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ്. ഇപ്പോൾ ഇനി കാണാത്ത പ്രേക്ഷകരോട് ഇതിൽ ഏത് ടൈപ്പ് എന്ന് പറയുക? പറയാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഓരോ സിനിമയും ആസ്വദിക്കുന്നത്. ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത്. മറ്റേതുപോലെയാണോ മറ്റേതുപോലെയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റാൻ പോകും. മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലതെന്നുള്ള എനിക്ക് പൊതുവേ അങ്ങനത്തെ കമ്പാരിസൺസ്, അത് സിനിമകൾ തമ്മിലാണെങ്കിലും മനുഷ്യന്മാർ തമ്മിലാണെങ്കിലും കമ്പാരിസൺസ് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഈ സിനിമ എന്താണോ അതിന് ആ രീതിയിൽ കാണുക, മറ്റെല്ലാ സിനിമകളെയും അതെന്താണോ അത് എന്നുള്ള അതിന്റെ രീതിയിലാണ് ഞാൻ. അത് വേറെ ഒന്നും കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ സിനിമകൾ തന്നെയാണ്. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതുപോലെ ഈ സിനിമ പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ ജനുവരി എന്ന് പറഞ്ഞാൽ ത്രില്ലർ ഫിലിമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ആസിഫലിന്റെ പടം വരാറുണ്ട്, ബേസിലിന്റെ പടം വരാറുണ്ട്. ഇതൊക്കെ അപ്പൊ ഈ മാസത്തിൽ തന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം അത് പിന്നീട് അറിയാവുന്നതല്ലേ? അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായി. അതായത് ഈ മാസത്തിൽ തന്നെ ഇത് റിലീസ് ആവാനുള്ള കാരണം എന്താണ്? കാരണം മമ്മൂക്കയുടെ പടം ത്രില്ലർ ഫിലിമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയുടെ കാര്യങ്ങളെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ഇതിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഡയറക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഈ ദിവസമാണ് നല്ലതെന്ന് തോന്നിയതായിരുന്നു ഈ സിനിമ ഇന്നത്തെ റിലീസായി. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തോരം കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സിനിമ റിലീസ് ആകാൻ എനിക്കറിയില്ല. ലോ ആൻഡ് ഓർഡർ പടങ്ങൾ എപ്പോഴും ഒരു അട്രാക്റ്റഡ് ആയി തോന്നുന്നുണ്ടോ? ഒരു പോലീസ് വേഷം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്രൈം റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രം ചെയ്യുമ്പോൾ പ്രത്യേക ഒരു എന്താ പറയുക അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ പലപ്പോഴും? അങ്ങനത്തെ ചിത്രങ്ങളാണ് ഇഷ്ടം കൂടുതൽ. എനിക്ക് പൊതുവെ എല്ലാതരം സിനിമകളും ചെയ്യണം, പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമാണ്, അല്ലാതെ കുറച്ച് പീരിയഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, അതായത് റോം കോംസ് ഇഷ്ടമാണ്, എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത ജോണിലുള്ള സിനിമകൾ തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെ അത് എനിക്കും അത് ഭയങ്കര റിപ്പീറ്റീവായിട്ട് വന്നേക്കാം. ഞാൻ ഒരേ തരം സിനിമകൾ തന്നെ നിരന്തരമായിട്ട് ചെയ്താൽ പലതരം സിനിമകളുടെ ഭാഗമാവുക, പലതരം കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മുടെ കഴിവിന്റെ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെർട്ടിക്കുലർലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ്. അപ്പൊ ആ പലതരം കാഴ്ചകളിൽ ആകർഷണമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വെക്കാനായിട്ട് ഇങ്ങനെയുള്ള സംവിധായകരുടെയും നല്ല ക്രൂവിന്റെയും കാസ്റ്റിനെയും കൂടെ ശ്രമിക്കാൻ സാധിക്കുക. മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത കഥാഗതിയാണ് ഇതിന്റെ അവസാനം. ഇതിലെ കഥാഗതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് ജഡ്ജ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് മുൻകൂട്ടി പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അത് പറയുന്നത് ഒരു ബാഗേജ് ആണ്. ഇത് പറയുന്നത് കൂട്ടത്തിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രമിച്ചിട്ടുള്ള ഇതിലുള്ള കാര്യത്തിലുള്ള കണ്ടു തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് എന്നുകൂടെ നമ്മൾ പറഞ്ഞിരുന്നത്. ചോദ്യം അല്ല, ഇത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാഗേജ് ആയിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. ഞങ്ങളപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേക്ഷകരാണ് തന്നെ തീരുമാനിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ബാഗേജ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമകൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കുന്നത് മറ്റ് സിനിമകളാണ്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമുക്ക് ഞങ്ങൾക്ക് പരിധി വിട്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കാനോ പറ്റില്ല. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് അതിനകത്ത് എന്റർടൈൻ ആവുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിനെ പരിഗണിക്കേണ്ടത്. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ. ഡയറക്ടറോടും ടോവിനോയോടാണ് ചോദിക്കുന്നത്. ഇപ്പം ഏറം പോലൊരു ചിത്രം ഇറങ്ങി അതിന്റെ പ്രിന്റ് ഇറങ്ങിയതിന് ശേഷം വലിയ ഇഷ്യൂസ് ആയതാണ്, ചെയ്തവരെ കണ്ടുപിടിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്നത് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ HD പ്രിന്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. ED പോലത്തെ ചിത്രം ഇറങ്ങി, അതിന്റെ HD ഇറങ്ങി, മാർക്കോഡ് HD ഇറങ്ങി. അപ്പം ഈ സിനിമയ്ക്ക് എത്രത്തോളം പൈറസി പ്രൊട്ടക്റ്റഡ് ആണ്, എന്തൊക്കെ അത് ചെയ്യുന്നുണ്ട്? ഈ സിനിമയ്ക്ക് എന്നല്ല ഏതൊരു സിനിമയ്ക്കാണെങ്കിലും പൈറസി എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതോറും അത് മാക്സിമം ഇറക്കുന്നത്
ഏതൊക്കെ രീതിയിലാണ് ഇറക്കുന്നത് അറിയില്ല. അവര് നമ്മളെക്കാൾ അല്ല, ഇത് പക്ക organized പറഞ്ഞ മാർക്കോടെയാണ് പോലും പക്ക HD ആണ്. അതെ, അതാണ് പറഞ്ഞത്. നമ്മള് എത്ര കൺട്രോളിക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാൾ മുകളിലാണ് ഇവർക്ക് ഇറക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാൻ പറ്റുന്നതല്ലേ. അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ട്രെൻഡ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാം. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും ഏറെയിലേക്ക് വെച്ചാൽ തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്, ട്രൈപോഡൊക്കെ വെച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് അത് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പലപ്പോഴും നമ്മളുടെയൊക്കെ പരിധിക്ക് പുറത്ത് നിൽക്കുന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്ത് വരാതിരിക്കുക എന്നുള്ള കാര്യം. അതിന് ഒരു സൊല്യൂഷനുള്ളൂ. അത് എളുപ്പമാണ്, നല്ല സൊല്യൂഷനാണ്. അങ്ങനത്തെ പൈറേറ്റഡ് കോപ്പീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. തിയേറ്ററിലുള്ള ഒരു സിനിമ അതല്ലെങ്കിൽ അതിന്റെ നമ്മൾ TV ചാനലിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് OTT വഴിയാണെങ്കിലും ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സിനിമയിൽ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കാം. അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കുണ്ട്. പക്ഷെ പൈറേറ്റഡ് കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്നത്. അല്ലാതെ നമ്മൾ സിനിമയ്ക്കകത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈമാണ് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്രയും ആളുകൾ കാണാൻ പോകുന്നു, തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തരെയും ക്യാമറ കൊണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചോ അങ്ങനെയൊന്നും തിയേറ്ററിൽ കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചോദിക്കാതല്ല, കാരണം ഇപ്പൊ തിയേറ്റർ പ്രിന്റ് ഓക്കെ ഇറ്റ്സ് ഫൈൻ, തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാവാം. ഇതേപോലത്തെ HD ഇറങ്ങുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് അതെനിക്കറിയില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് ഒരേ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് എൻഹാൻസ് ചെയ്തിട്ട് HD പ്രിന്റാക്കി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും പറയാനുള്ള സംവിധാനം എന്തായാലും സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞേനെ. പക്ഷേ ഇതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ ഒരു HD പ്രിന്റ് ലീക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഭീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ നിങ്ങളെപ്പോഴും തന്നെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ TV-യിലോ അല്ലെങ്കിൽ OTT-യിലോ ഒക്കെ ആയിട്ട് കാണുന്ന ആളാണ്. പൈറേറ്റഡ് കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ജനിച്ചു വീണപ്പോൾ മുതൽ ഞാൻ തിയേറ്ററിൽ മാത്രം സിനിമകൾ കണ്ടിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തോന്നും. നമുക്ക് സിനിമയിലാണെങ്കിലും TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാനുള്ള ഓപ്ഷനുള്ളപ്പോൾ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും 8K ഷൂട്ട് ചെയ്യുന്ന സിനിമ 4K 2K ഒക്കെയാണ് പല തിയേറ്ററുകളിലും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് വരുന്നു, നമുക്കിതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഭീകരമാണ് ആ അവയർനെസ് ഉണ്ടായതിനു ശേഷം നമ്മളത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയാം. പൈറസി മോഷണവും പൈറേറ്റഡ് കോപ്പികൾ കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുകയോ ആണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടൊപ്പം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാധനം
ഉപയോഗിക്കില്ല, മോശം മുതൽ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന ഒന്ന് സ്വിച്ച് ഇട്ട പോലെ ഇത് നിൽക്കും. കാര്യം എന്താ വെച്ചാൽ ഇതാരും ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്തിനാണ് പരസ്യം? അതാണ് അതിനൊരു റിയൽ സൊല്യൂഷൻ എന്ന് തോന്നുന്നു. ആ ക്ലൈമാക്സിലെ ഫൈറ്റിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുത്തു? കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം എഫേർട്ട് എടുത്തു? നമുക്ക് കുറച്ച് ദിവസം റിഹേഴ്സൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആക്ടർ എന്ന് പറയുന്ന ആക്ഷൻ ഡയറക്ടർ അദ്ദേഹവും ഒരു ഫൈറ്റ് സീക്വൻസിനകത്തുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ത്രൈവ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അത് നമ്മൾ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസുകളിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആവശ്യവുമായിരുന്നു. ഈ സിനിമയുടെ ഒരു സ്വഭാവം, ഈ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് ആ ഫൈറ്റ് സീൻസിൽ നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ വേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ, ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അത് നമുക്കൊരു ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് എന്നാൽ ഫൈറ്റ് സീക്വൻസിന്റെ ആ ഒരു പ്രൊഫഷണൽ കാര്യങ്ങൾ കുറയാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷെ ഇതൊരു ടീം വർക്കാണ്. എല്ലാവരും കൂടെ ചെയ്യുന്ന സമയത്ത്, എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനേ പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ മുതൽ ഇതിന്റെ അല്ല, പ്രൊമോഷൻ ഇന്റർവ്യൂ മുതൽ ഇപ്പൊ ഈ പ്രസ് മീറ്റ് വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള തൃശാമിനെ എവിടെ കാണുന്നില്ല, എല്ലാവരും ചോദിക്കുന്നതാണ്. പുള്ളിക്കാരി ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ച വരാനിരുന്നതായിരുന്നു. ആ സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു പേഴ്സണൽ ലോസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെ 10-12 വർഷമായിട്ടുള്ള പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടിയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം, നായ്ക്കുട്ടിയല്ല, അവരുടെ പെറ്റിന്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം സിനിമയിൽ നിന്നും പ്രൊമോഷൻസിനൊക്കെ ബ്രേക്ക് വരികയാണെന്നുള്ള ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ പോസ്റ്റ് റിലീസ് നമുക്ക് 5-ആം തീയതി തൊട്ട് പ്രൊമോഷൻ വരാം എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റലർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ദൗർഭാഗ്യകരമായ പോലെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നോക്കുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം, വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ഒരു പെറ്റൊക്കെ ഇല്ലാതാകുമ്പോൾ ഒരു വിഷമം. അതുകാരണം നമുക്ക് ആ സമയത്ത് അത് പറ്റില്ല, നമുക്ക് സിനിമയിലെ പ്രൊമോഷൻ വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ വാശി പിടിക്കാൻ ഞാൻ കൂട്ടുവെക്കില്ല.